കേരളത്തിന്റെ ഊർജ്ജ മേഖലയിൽ ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമഘട്ടത്തിലെ നദികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇവ പ്രധാന പങ്കുവഹിക്കുന്നു. പല ജില്ലകളിലായി ചെറുതും വലുതുമായ നിരവധി ജലവൈദ്യുത പദ്ധതികൾ നിലവിലുണ്ട്. പ്രധാന ജലവൈദ്യുത പദ്ധതികൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവിടങ്ങളിൽ അണക്കെട്ടുകൾ ചേർന്നാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1940-ൽ മുതിരപ്പുഴയിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലെ പമ്പ, കക്കി നദികളിൽ സ്ഥിതി ചെയ്യുന്ന ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കേരളത്തിന്റെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. കൊല്ലം ജില്ലയിലെ കല്ലട നദിയിലാണ് കല്ലട ജലവൈദ്യുത പദ്ധതി ഉള്ളത്. വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ ജലസേചനത്തിനും ഈ പദ്ധതി പ്രയോജനപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നദിയിലെ ജലവൈദ്യുത പദ്ധതി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടമലയാർ ജലവൈദ്യുത പദ്ധതി എറണാകുളം ജില്ലയിലെ പെരിയാറിന്റെ കൈവഴിയായ ഇടമലയാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ് ഈ പദ്ധതി. ജലവൈദ്യുത പദ്ധതികളുടെ പ്രാധാന്യം. ജലവൈദ്യുത പദ്ധതികൾ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സാണ്. ഇവ പരിസ്ഥിതിക്ക് ദോഷമായ കാർബൺ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ പദ്ധതികളുടെ ഭാഗമായുള്ള അണക്കെട്ടുകൾ ജലസേചനത്തിനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും കുടിവെള്ളം ലഭ്യമാകുന്നതിനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജലസമൃദ്ധിയും സംസ്ഥാനത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ജലവൈദ്യുത പദ്ധതികൾക്ക് നിർണായകമായ പങ്കുവയ്ക്കുന്നു.